അസ്സലാമു അലൈക്കും. നമസ്കാരം. നൗഫൽ കൊണ്ടോട്ടിയാണ്. നിങ്ങൾ കാണുന്ന ഈ വീട് പണിൻ്റെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് എൻ്റെ നാട്ടിലെ ഒരു സഹോദരൻ പെട്ടെന്നൊരു അപകടത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനും വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടുകാരെല്ലാവരും കൂടെ ഒരുമിക്കുകയാണിത്. ഇപ്പോൾ പടവ് ഏകദേശം ഇതിൻ്റെ ലെവലാവും. മൊലാളി ഇവിടെ ഉണ്ട്. എഞ്ചിനീയർ ആകെ കുടുങ്ങിയാണ്, ആളെണ്ണം കൂടിയിട്ട് ആകെ കുഴങ്ങിയാണ്, ആളെണ്ണം കൂടിയിട്ടില്ലേ. എല്ലാവരും ഉണ്ട്, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും. ഐഡിയ പറയാൻ കുറെ ആൾക്കാർ, കണ്ടെടുക്കാൻ കുറെ ആൾക്കാർ, അതിലേറെ ആൾക്കാർ പണിയെടുക്കാൻ. മുസ്തു നമ്മല്ലേ? അതാണ് മെയിൻ പടവേരാണ്. മുസ്തു സുഖല്ലേ? ഇന്ന് രാവിലെ 7 മണിക്ക് 8:30 മണിക്ക് നമ്മുടെ അഷ്റഫ് ഉസ്താദിൻ്റെ കൈകൾ കൊണ്ട് കട്ടിലവക്കൽ കർമ്മം നിർവഹിച്ചതിന് ശേഷം ഞങ്ങളെ നാട്ടിലെ ഒരു പ്രായ വ്യത്യാസമില്ലാതെ പ്രായമുള്ളവരും എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് ഏകദേശം 100ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഇട്ടത്. കാരണം അവനവനെ കൊണ്ട് ശാരീരികമായിട്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായം ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് ഇതിൻ്റെ ഡിൻഡൽ ലെവലിലുള്ള പടവും തീരും. അത് കണ്ടിട്ടാണ് ഇത്രയും ആളുകൾ കൂടിയതും. എന്താ പറയുക, ഞങ്ങളൊരു നാട് വളരെ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാറുള്ളത്. അഭിമാനമാണ് സത്യം പറയണേ കൂട്ടാളികളിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത്. കാരണം ഇത്രയും മനുഷ്യസ്നേഹികളാണ് ഞങ്ങളെ നാട്ടിലുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണത്. ഇതുപോലെ ഒരുപാട് പ്രവൃത്തികൾ ഞങ്ങളെ നാട്ടുകാരെല്ലാവരും കൂടെ ഒരുപാട് സ്ഥലത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐക്യത്തോട് കൂടിയിട്ട് നമ്മുടെ KYDFൻ്റെ കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജാതി മതഭേദമെന്നെ ഒരു കൂടപ്പിറപ്പിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന് ഒരുപാട് ആളുകൾ പല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പടച്ച തമ്പുരാൻ അതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒത്തൊരുമയും സ്നേഹവും എന്നും ഞങ്ങളെ നാട്ടിൽ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പൊ സൂപ്പർ കല്ലേ? നല്ല കല്ല. ഇത് കൊയങ്ങടാ. അപ്പളേ ഇവലൊക്കെ പടി ഉണ്ട് കേട്ടോ. മാനുവിനെ കൊണ്ട് കഴിഞ്ഞാൽ മാനു ഭക്ഷണം ഉണ്ടാക്കി. എത്ര ഭക്ഷണം ഉണ്ടാക്കണ്ടേനോ? 100-100 ആക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. നമ്മൾ ഉമ്മച്ചിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളല്ലേ. എന്താ നമ്മളെ കുട്ടികളെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നുമില്ല, നല്ല കുട്ടികളാ. അതൊക്കെ നല്ല കുട്ടികളല്ലേ? ഞാൻ മാത്രമേ മോശമുള്ളൂ? ഇതാണ് അസിസ്റ്റന്റ്, മാനുവിന്റെ അസിസ്റ്റന്റ് ആണ് ഇവിടെ. മാനു എന്താ ഫുഡ്? എന്താ? ചിക്കൻ ബിരിയാണി. ഒന്നും പറയാനില്ല, നമ്മളെ ടീച്ചറുടെ നേതൃത്വത്തിലാണ് കിച്ചൺ കൈകാര്യം നടത്തുന്നത്. എത്ര കൊല്ലം നിങ്ങൾ അംഗൻവാടിയിൽ? 45 കൊല്ലം അംഗൻവാടിയിൽ സേവനം അനുസരിച്ച് നമ്മൾ ടീച്ചറെ വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പ്രമോദേ, നീ പടവുകാരനായില്ലേ ഇപ്പൊ?